السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله يا عباد الله. സർവരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ക്രമീകരിക്കണമെന്ന് സ്വയം മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഏതൊരു മത്സരത്തിലും നമ്മളൊക്കെ കാണാറുള്ളത് അവസാനത്തെ ലാപ്പിൽ ഏറ്റവും നന്നായി ആദ്യത്തിൽ വിജയിക്കുന്നവർ ആരാണോ അവരാണ് വിജയികളായി പ്രഖ്യാപിക്കപ്പെടാനുള്ളത്. സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മത്സരിക്കുന്നത് ദുനിയാവിന്റെ പളപളപ്പുകളോടും ദേഹേച്ഛകളോടും ഇഷ്ടങ്ങളോടും തിന്മകളോടും ഒക്കെയാണ്. നമ്മൾ കൈമുതലാക്കി ഊർജമാക്കി എടുത്തിട്ടുള്ളത് തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലാഹും നല്ല ഈമാനും അമലു സ്വാലിഹാത്തുകളും ഒക്കെയാണ്. നമ്മൾ മുന്നേറുന്നത് സ്വർഗമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ
നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഏറ്റവും എളുപ്പമായ, വളരെയധികം സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന കാര്യങ്ങളുടെ സംഗമ സമയമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസം. പക്ഷെ റമദാൻ ഇതാ നമ്മോട് വിട പറയാൻ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരിക്കലും റമദാൻ വിട പറയുന്നില്ല. റമദാൻ അടുത്ത വർഷങ്ങളിലും കടന്നു വരും. പക്ഷേ യഥാർത്ഥത്തിൽ റമദാനിനോട് നമ്മൾ ഓരോരുത്തരുമാണ് വിട പറയാൻ പോകുന്നത്. ഇനി നമുക്കൊരു റമദാൻ കിട്ടുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. മിക്കവാറും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ റമദാനാണ് എന്ന മട്ടിലാണ് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒരു റമദാനിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് ഇത് എന്ന മട്ടിലാണ് നമ്മൾ ഓരോ വക്തും നിസ്കരിക്കേണ്ടത്, ഓരോ നോമ്പും ഇഫ്താറാക്കേണ്ടത്, നമ്മുടെ ഓരോ സുജൂദുകളും നമ്മൾ നിർവഹിക്കേണ്ടത്, ഓരോ സുബ്ഹാനല്ലാഹുകളും നമ്മൾ ചൊല്ലേണ്ടത്, നമ്മൾ ഓരോ നാണയത്തുട്ടുകൾ റബ്ബിന്റെ മാർഗത്തിലൊക്കെ ചെലവഴിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ റമദാനായിരിക്കാം. ആ ഒരു രൂപത്തിൽ നമ്മളൊന്ന് കൃത്യമായി ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ റമദാൻ കൊണ്ട് നേടേണ്ട നേട്ടം നേടിയ ഏറ്റവും നല്ല ആളുകളിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. റമദാനിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ടിരുന്നു, എന്തിനാണ് റബ്ബ് നമുക്ക് ഈ ഒരു നോമ്പിനെയും ഈ ഒരു വ്രത അനുഷ്ഠാന ഈ ശീലമൊക്കെ ഉണ്ടാക്കി തന്നത് എന്തിനാ? ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ ബഖറ 183 ആയത്തിൽ റബ്ബ് പറയാം, മുൻകഴിഞ്ഞു പോയവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് റബ്ബ് പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ നോമ്പ് കൊണ്ട് തഖ്വയുള്ള ആളുകളായി മാറാൻ വേണ്ടിയാണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ ഓർക്കണം, 27 നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ആ തഖ്വ നേടിയിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ലക്ഷ്യമായി പഠിപ്പിച്ചു തന്ന തഖ്വ നേടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തമായി ചോദിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ഒറ്റ നോമ്പുകളും നിസ്കരിച്ച ഖിയാമുൽ ലൈലുകളും നൽകിയ സദഖകളും നമ്മൾ ചൊല്ലിയ ദിക്റുകളും ഒക്കെ പടച്ചവൻ സ്വീകരിച്ചിട്ടുണ്ടാവും. സ്വീകരിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് നമ്മൾ മുത്തഖികളാകണം എന്നുള്ളത്. മുത്തഖികളുടേതല്ലാതെ റബ്ബ് സ്വീകരിക്കൂല. നല്ല തഖ്വയുള്ളവരുടെ അമലുകളെ റബ്ബിന് വേണ്ടതുള്ളൂ. നല്ല പ്യൂറായിട്ടുള്ള അമലുകൾ, അതല്ലാതെ കളങ്കമുള്ള വേണമെങ്കിൽ റബ്ബ് എടുക്കട്ടെ എന്ന മട്ടിലൊക്കെ ആരെങ്കിലും അലസമായി ചെയ്തു കൂട്ടിയതൊന്നും റബ്ബിന് ആവശ്യമില്ല. നല്ല തഖ്വയോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്തത് പടച്ചവൻ സ്വീകരിക്കുകയുള്ളൂ. സൂറത്ത് മാഇദയിലെ 27-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, റബ്ബ് എന്താ പറയുന്നത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പടച്ചവൻ സ്വീകരിക്കുക മുത്തഖീങ്ങളുടേത് മാത്രമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കള് റബ്ബിന് കാണിക്ക സമർപ്പിക്കുകയാണ്. അവർ രണ്ടുപേരും അവരുടെ വിഹിതങ്ങൾ ഒരുക്കി വെച്ചു. ആകാശത്തുനിന്നൊരു ഇടിത്തി വന്നുകൊണ്ട് അത് കരിച്ചു കളഞ്ഞ് അത് എടുത്തു പോവുക എന്നതാണ് റബ്ബ് സ്വീകരിച്ചു എന്നതിന്റെ മാനദണ്ഡം. ഒരാളുടേത് റബ്ബ് സ്വീകരിച്ചു, ഒരാളുടേത് സ്വീകരിച്ചില്ല. എന്റെ റബ്ബ് എന്റേത് സ്വീകരിക്കാത്തത് എന്ന മട്ടിൽ അവനോട് ചോദിക്കുക, എന്താ എന്റേത് സ്വീകരിക്കാത്തത്? ഞാൻ സമർപ്പിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ മറുപടി കൊടുക്കുന്നത് എന്താണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ചവൻ മുത്തഖീങ്ങളുടേത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇത് സഹിക്കാൻ വയ്യായിട്ടാണ് സഹോദരനെ അവിടെ ആദം നബിയുടെ ആ മകൻ വധിക്കുന്നത്. പിന്നീട് ഖേദിക്കുകയാണ്, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, എന്റെ സഹോദരനെ ഞാൻ വധിച്ചല്ലോ എന്നുള്ളത്. എന്തായിരുന്നാലും അവിടെ നമുക്കുള്ള പാടെന്താ? എത്ര തന്നെ നമ്മൾ അമലുകൾ ചെയ്തു കൂട്ടിയാലും പടച്ചവന് ഇതൊക്കെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല.
അള്ളാഹുവിന് നമ്മൾ ചെയ്ത അമലുകള് കിട്ടിയിട്ട് വേണ്ട റബ്ബിന്റെ മഹത്വം വർദ്ധിക്കാൻ. റബ്ബിന്റെ ആദമത്തിന് ഒരു കോട്ടവും സംഭവിക്കൂല. നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും റമദാൻ മാസത്തിലെ ഭൂലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും നോമ്പെടുക്കാതെ നിഷേധം പ്രവർത്തിച്ച് എല്ലാവരും കാഫറുകളായാലും ശരി, അള്ളാഹുവിന്റെ മഹത്വത്തിൽ നിന്ന് ഒരു ലെവലേശം നഷ്ടപ്പെടൂല, കുറഞ്ഞു പോകൂല. അതുകൊണ്ട് റബ്ബിന് ഒരു നഷ്ടവും വരാനില്ല. നഷ്ടം വരാനുള്ളത് നമുക്കാണ്. അതുകൊണ്ട് നഷ്ടം വരാതെ നമ്മളുടെ ആഖിറത്തിലേക്ക് തഖ്വ എന്ന മുതൽക്കൂട്ടോടു കൂടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ദിനരാത്രങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. തഖ്വ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ സ്വഭാവം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ? എന്റെ ഇടപാടുകൾ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ? എന്റെ വ്യവഹാരങ്ങൾ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ? എന്റെ ശീലങ്ങൾ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിന്റെ നടപ്പുക്രമങ്ങളെല്ലാം ഞാൻ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ടോ? ഞാൻ ഉടുത്ത വസ്ത്രവും ഞാൻ കഴിച്ച ഭക്ഷണവും ഞാൻ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഹറാമിനെ മാറ്റിവെച്ച് ഹലാലിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മവിമർശനത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ആവേശപൂർവ്വം നമ്മൾ തുടങ്ങി വെച്ച ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു. ദിക്റുകൾ പതിവാക്കിയിരുന്നു, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു, ഖുർആൻ പാരായണത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സ്വന്തത്തെ ഒന്ന് വിമർശിച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ എന്ന് അറിഞ്ഞിട്ടും ഖുർആൻ ഓതി പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാനും അതിന്റെ ആശയങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കാനും ആ ഖുർആനിന്റെ ആ മാസ്മരികമായ ആശയ തലങ്ങളിലേക്കൊന്ന് ഊളിയിട്ട് ഇറങ്ങിക്കൊണ്ട് എന്റെ റബ്ബിന്റെ സംസാരം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര പേര് സാധിച്ചിട്ടുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും എത്ര പേർക്ക് അതിന് സാധിച്ചിട്ടുണ്ട്? നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമ്മോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിൽ എത്ര പേർക്ക് പുതിയ ആയത്തുകൾ ഹിഫ്ളാക്കാൻ സാധിച്ചു? നമ്മൾ പഠിച്ച ഹിഫ്ളാക്കിയ ആയത്തുകൾ തന്നെ ഒന്ന് ആവർത്തിച്ചു എടുത്ത് പാരായണം ചെയ്തു നോക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചു എന്നുള്ളത് എല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായി ബന്ധമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ ആ ഖുർആനിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം ക്രമീകരിച്ചതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, എങ്ങനെയായിരുന്നു റസൂലിന്റെ സ്വഭാവം? അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. നമ്മുടെയൊക്കെ ഭാര്യമാരോട് നമ്മുടെയൊക്കെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവർ മറുപടി പറയുന്നത്? നമ്മുടെ ഉമ്മമാരോട് നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുകയാണ്, എന്താണ് മോന്റെ സ്വഭാവത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാല് ഉമ്മ മറുപടി പറയുമോ? ഭാര്യ മറുപടി പറയുമോ? അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണെന്ന് പറയാൻ മാത്രം നമ്മൾ ഉയർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് ഉയരേണ്ടതുണ്ട്. കാരണം അള്ളാന്റെ റസൂലിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അത് ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന അവസ്ഥയിലാണ് പരലോകത്ത് വരേണ്ടത്. നമുക്കെതിരെ ശുപാർശ പറയുന്ന, നമുക്കെതിരെ പടച്ചവനോട് ആവലാതി പറയുന്ന രൂപത്തിലല്ല വിശുദ്ധ ഖുർആൻ പരലോകത്ത് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ഖുർആൻ നമുക്ക് വേണ്ടി പരലോകത്ത് സംസാരിക്കുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ 223-ാമത്തെ ഹദീസിൽ റസൂൽ പറയുകയാണ്, ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് ചിലപ്പോ അനുകൂലമായിരിക്കും, അല്ലെങ്കിലോ പ്രതികൂലമായിരിക്കും പരലോകത്ത്. പടച്ചവനെ 30 ദിവസം റമദാനിൽ ഉണ്ടായിട്ട് അവൻ വേണ്ട രീതിയിൽ എന്നെ പരിഗണിച്ചിട്ടില്ല റബ്ബേ എന്ന് ഖുർആൻ നമുക്കെതിരെ പരാതി പറയും.
അവന് ഇങ്ങനെ ഓതിപ്പോയി റബ്ബേ ആയത്തുകൾ. പക്ഷെ ആ ആയത്തുകളിലൊന്നും പഠിക്കുകയോ മനസ്സിലാക്കുകയോ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയോ ചെയ്തില്ല റബ്ബേ. പലിശ ഭുജിക്കുന്നവൻ പിശാചുബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നത് പോലെയാണ് പരലോകത്ത് കടന്നു വരിക എന്ന ആയത്ത് ഓതി അവൻ പോയെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ പലിശ ഒഴിവാക്കിയിട്ടില്ല റബ്ബേ എന്ന് ഖുർആൻ നമുക്കെതിരെ പറയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്കെതിരെ ഖുർആൻ സംസാരിക്കുമോ? നമ്മൾ നമ്മോട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ അവസാന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്തിഗ്ഫാറിനെ കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് എപ്പോഴും ഇങ്ങനെ പറയും. പക്ഷെ അത് മനസ്സ് തട്ടിയിട്ടാണോ നമസ്കാര ശേഷമൊക്കെ പറയുന്നത്? പടച്ചോനെ, എനിക്ക് എന്റെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ, എനിക്ക് നീ നിന്റെ മഗ്ഫിറത്ത് നൽകണേ എന്ന ചിന്ത മനസ്സിനകത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അല്ലേ അതിന് ഇഖ്ലാസ് ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ കുറുക്കാത്തവൻ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അവനെ വിദൂരത്താക്കട്ടെ എന്ന് റസൂൽ ശപിച്ചു പ്രാർത്ഥിച്ചതല്ലേ. അതുകൊണ്ട് റമദാൻ കിട്ടിയവരാണ് നമ്മൾ ഒരു പാപവും ഇനി പൊറുക്കപ്പെടാത്തതായിട്ട് ഉണ്ടാവരുത്. ആകെ 1-2 ദിവസങ്ങളിൽ നമ്മളുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിലെങ്കിലും പടച്ചവനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാൻ, നമ്മുടെ എല്ലാം തുറന്നു പറഞ്ഞ് പടച്ചവന്റെ മുന്നിൽ കേണപേക്ഷിച്ച് ആ റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി എല്ലാ നിലക്കും ചോദിച്ച്, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് ചോദിച്ച്, റബ്ബിന്റെ ഫളിനെ ചോദിച്ച്, നമ്മൾ നിസ്സാരന്മാരാണെന്ന് റബ്ബിന്റെ മുന്നിൽ തുറന്ന് സമ്മതിച്ചായിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓരോന്നും പൊറുക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ നമുക്ക് പൊറുക്കപ്പെട്ട് ഒന്നുമില്ലാത്ത, ഒരു തരത്തിലും കളങ്കമില്ലാത്തവരായിക്കൊണ്ടാണ് നമുക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് ചെന്നെത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ പെരുന്നാളിന്റെ രാവിലെ പുലർച്ചെ നമ്മൾ ഈദിന് വേണ്ടി കുളിക്കുന്ന സമയത്ത് ഒരു കളങ്കവുമില്ലാത്ത, മനസ്സ് ശുദ്ധമാക്കിയ, ഇടപാടുകളൊന്നും ബാക്കിയില്ലാത്ത, ആരോടും ബാധ്യതയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ഹക്കിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് ഏത് നിമിഷത്തിലും മരണം കടന്നു വന്നാൽ സമാധാനത്തോടുകൂടെ മരിക്കാനുള്ള ഒരു അവസ്ഥയിൽ ജീവിതത്തെ എപ്പോഴും കൊണ്ടുപോകാം. ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ്, ഇത് എന്റെ അവസാനത്തെ ജുമുഅയാണ്, ഇതെന്റെ അവസാനത്തെ ഖുർആൻ പാരായണമാണ് എന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ അമലുകളെ ക്രമീകരിച്ചാൽ വല്ലാത്ത ഒരു ലദ്ദത്ത്, ആസ്വാദനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത് വളരെ ഏറ്റവും അധികം അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. രാത്രി നമ്മൾ നിസ്കരിക്കും, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ ചെയ്യും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും നമ്മൾ അമല സ്വാലിഹത്തുകളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കും. അതിനനുസരിച്ചുള്ള പരിശ്രമം നമ്മൾ നടത്തും. അവിടെയൊക്കെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നമ്മൾ വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തതാണത്. ലൈലത്തുൽ ഖദറിനെയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി റസൂൽ അറിയിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ പാപം പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് പഠിച്ചവനെ, എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള വല്ലാത്ത ആ ചോദ്യം നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തെറ്റുകൾ ചെയ്താൽ, കുറ്റങ്ങൾ പ്രവർത്തിച്ചാൽ അത് ആരോടാ? അത് നമ്മളോടാണ് കുറ്റം പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ശരീരത്തെയാണ് നരകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് പരലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ്, ആഖിറത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ്, മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ് എല്ലാം കഴുകി കളഞ്ഞ അവസ്ഥയിലായിരിക്കണം നമ്മൾ റബ്ബിങ്കലേക്ക് മടങ്ങി ചെല്ലേണ്ടത്. റബ്ബ് ഒരുപാട് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ധൃതിപ്പെട്ടോളൂ റബ്ബിന്റെ ആഖിറത്തിലേക്ക്, അതുപോലെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടോളൂ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടില്ല എങ്കിലോ പ്രവാചകന്മാര് പോലും പ്രാർത്ഥിച്ചത്
പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ ഞങ്ങളായിരിക്കും. അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന സൂറത്തു അഅറാഫിന്റെ 23-ാമത്തെ ആയത്തില് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവര് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആദം നബിയും ഹവ്വാ ബീവിയും പറയുന്നത്, റബ്ബനാ, പടച്ചോനെ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം ചെയ്തിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ റബ്ബിനോട് പറയണ്ട, റബ്ബെ ഞങ്ങളോട് തെറ്റ് ചെയ്തു, ഞാൻ പലിശ വാങ്ങിപ്പോയി റബ്ബെ, അടവിന് ബൈക്ക് എടുത്തു പോയി റബ്ബെ, EMI ഐഫോൺ എടുത്തു പോയി റബ്ബെ, പലിശ അടച്ചോണ്ടിരിക്കണം റബ്ബെ, വലിയ തെറ്റാണ് റബ്ബെ, ഞാൻ അത് പെട്ടെന്ന് തന്നെ അത് എല്ലാ അളവും ക്ലോസ് ചെയ്ത് ഞാൻ ആ പലിശയിൽ നിന്ന് മുക്തനാവുകയാണ്. അതുകൊണ്ട് റബ്ബെ സംഭവിച്ചു പോയി, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കൂല റബ്ബെ എന്ന് പറഞ്ഞ് ആ തെറ്റുകൾ ഒഴിവാക്കിയിട്ട് വേണം തൗബ ചെയ്യാൻ. അതല്ലാതെ അതങ്ങനെ നിലനിർത്തുകയും ചെയ്യാം, എന്നിട്ട് നമ്മളിങ്ങനെ തൗബ ചെയ്യുകയും ചെയ്യാം. ആ രീതി പറ്റില്ല. തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. ലഹരി, അത് ഞാൻ ഒരു നിമിഷം എന്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോ അറിയാതെ അതിലങ്ങ് പെട്ടുപോയതാണ് റബ്ബേ. എന്താ മാർഗം? അത് പൂർണ്ണമായി നാളെ മാറ്റാം എന്നല്ല, ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. മദ്യത്തെ കുറിച്ചുള്ള ആയത്ത് ഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാൻ സമയമായില്ലടോ എന്ന ആയത്തങ്ങള് അവതരിച്ചപ്പോ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ആ കുടിച്ചുകൊണ്ടിരിക്കുന്നതങ്ങട് ഒഴിവാക്കിയിട്ട് വായിൽ കൈയിട്ട് അവര് ഛർദിക്കും. എന്നിട്ട് അവര് പ്രഖ്യാപിക്കണം, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു. എന്തേ? അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആയത്തിറക്കിയ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ നിലപാടെന്താ? ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ആ ഒരവസ്ഥയ്ക്ക് നമ്മൾ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവണം. എന്ത് അപാകത, പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത എന്ത് ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആളുകൾ റമദാനായപ്പോ ചിലതൊക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ അവരിങ്ങനെ കാത്തു നിൽക്കുക, കുറച്ച് ദിവസം കൂടെ ഉണ്ട് പെരുന്നാളാവും. എന്തേ? ആ മാറ്റിവെച്ച തെറ്റുകളൊക്കെ വീണ്ടും തിരിച്ചെടുക്കാൻ. എന്ത് വിട്ടിട്ടാണ് ചെയ്യുന്നത്? ഇരട്ടി ശിക്ഷയായിരിക്കൂലേ? അള്ളാഹുവിനെ പറ്റിക്കലല്ല അത്. നമ്മളൊരു തെറ്റ് റമദാനിൽ മാറ്റിവെച്ചിട്ടുണ്ടോ, അത് ബാക്കിയുള്ള 11 മാസവും തെറ്റാണ്. അപ്പൊ റമദാനിൽ മാത്രമായിട്ടൊരു കാര്യം ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു കാര്യത്തെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നോമ്പിനെ ബാധിക്കാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റമദാനിൽ അല്ലാത്ത സമയത്തൊക്കെ ഒരുപോലെയാണ്. എന്നിട്ട് റമദാനിലായിരിക്കുമ്പോ, നോമ്പ് എടുക്കുമ്പോ മാത്രം ചില തെറ്റുകൾ മാറ്റി വെക്കുക, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾക്ക് ഞാൻ അതിന് അഡിക്റ്റ് ആയി പോയി, എനിക്കത് അത് ഒഴിവാക്കാൻ വയ്യ, പലപ്പോഴും വേണ്ട എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ ആ തെറ്റിനെ അങ്ങോട്ട് മാറ്റിവെച്ച് ഒരു 20-21 ദിവസങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന്, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റിയ ഡോക്ടർമാരൊക്കെ കാണാം. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ചില ലഹരി ഉപയോഗിക്കുന്നവർക്ക് അത് ഒഴിവാക്കുമ്പോൾ ചിലപ്പോ അറിയൽ വരും, ചിലപ്പോ മാനസിക വിഭ്രാന്തിയൊക്കെ വരും. അതിന് പറ്റിയ ചെറിയ മരുന്നുകളും ഗുളികകളും ഒക്കെ ഉണ്ട്. ഡോക്ടറെ കണ്ട് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യണം. ചിലര് മോശപ്പെട്ട ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടാവും. അവര് ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. മോശപ്പെട്ട കാര്യങ്ങൾ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും മറ്റൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരുണ്ടാകും. അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്, ദുനിയാവും ആഖിറവും നശിപ്പിക്കുകയാണ്. അതിലെന്തേ പരിഹാരമുള്ളൂ? അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഹലാലുകളിലൂടെ ആസ്വാദനത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും ഹറാമുകളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നിടത്താണ് സത്യവിശ്വാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും വിജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ വല്ല തെറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സത്യവിശ്വാസികൾ എടുക്കേണ്ട നിലപാട്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون.
സൂറത്ത് ആലി ഇമ്രാനിലെ 135-ാമത്തെ ആയത്തിൽ റബ്ബ് പറയാം, തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീച പ്രവൃത്തി സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ സ്വന്തത്തോട് നല്ല അതിക്രമം ചെയ്തു പോയാൽ, കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ അള്ളാഹിനെ കുറിച്ച് ഓർക്കും. ഞാനാണല്ലോ ഇത് ചെയ്തത്, എനിക്കിത് സംഭവിച്ചല്ലോ, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ, സംഭവിച്ചു പോയാൽ ഇനി എന്താ ചെയ്യാ? ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. എന്ത് തെറ്റായിക്കോട്ടെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് നീ പറഞ്ഞെടുക്ക നബി, എന്ത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പടച്ചോന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എന്ത് തെറ്റും പടച്ചോൻ പുറത്തെടുക്കും. മനുഷ്യന്മാർക്ക് ചിലത് മറക്കാൻ കഴിയൂല, മനുഷ്യന്മാർ ചിലത് വിട്ട് പൊറുക്കാൻ കഴിയൂല മനുഷ്യന്മാർക്ക്. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. ശിർക്കാണ് ഏറ്റവും വലിയ പാപം, അതുവരെ റബ്ബ് പുറത്തു തരുന്നില്ല. അതുകൊണ്ട് എന്ത് തെറ്റും പടച്ചോൻ പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു അൽ ഗഫൂറാണ്, അർ റഹീമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ് സൂറത്ത് ആലി ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്തിലൂടെ, ആരാടോ അല്ലാഹു അല്ലാതെ വേറെ ആരാടോ നിനക്കൊക്കെ പുറത്തു തരാനുള്ളത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പക്ഷെ ആർക്ക്? വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ചെയ്ത തെറ്റിൽ നിന്ന് വിരമിക്കണം, അതിൽ നിന്ന് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ പാടില്ല. കണ്ടീഷൻ എന്താണ്? റബ്ബ് പുറത്തു തരാനുള്ള കണ്ടീഷൻ എന്താ? ചെയ്ത തെറ്റിൽ നിന്ന് വിരമിക്കണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അതല്ലാതെ അതിങ്ങനെ പുകവലി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക, ലഹരി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കാണാൻ പാടില്ലാത്ത അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ പറയാം. ഇത് ശരിയാവില്ല. ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കണം. എന്നിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് മടങ്ങണം. ചെയ്തതും പറഞ്ഞതും. ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ, ഏറ്റവും പാപ്പരായ ആളാണ് മുഫ്ലിസ് ഉമ്മത്തിന, നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും പാപ്പരായ ആളാണ്, ഒരു നിലക്കും ഗതിയില്ലാതെ പാപ്പരായതായ. ഇപ്പൊ സഹാബികൾ പറഞ്ഞു, ലസഫീന ദീനാറും അല്ല ദിർഹം. നമ്മുടെ കൂട്ടത്തിൽ ദീനാറും ദിർഹമൊന്നും ഇല്ലാത്തവര്, 5 സെന്റ് ഗതി ഇല്ലാത്തവര്, പൈസ ഇല്ലാത്തവരല്ല, അവരല്ലേ ഗതി പിടിക്കാത്തവര്. അപ്പൊ റസൂൽ നല്ല അവരല്ല. മുഫ്ലിസ് ആരാണ്? നമ്മുടെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവര് വലിയ അമലുകളുമായി കൊണ്ട് പരലോകത്തേക്ക് കടന്നു വരും. അവരിങ്ങനെ കരുതും, ആഹാ അത്യാവശ്യം ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് അമലുകളുണ്ട്, വലിയ പർവ്വത കണക്കിന് അമലുകളുണ്ടാവും. പക്ഷേ വിചാരണയുടെ സമയത്ത് വേറെ ചില ആൾക്കാർ ഇങ്ങനെ വരും. അവര് റബ്ബിനോട് പറയും, അല്ലാഹുവേ, അവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് തന്നെ, നോക്കും, കളിയാക്കിയിട്ടുണ്ടല്ലോ, കുറച്ച് അവനെടുത്ത് കൊടുക്കും. വേറെ ആൾ പറയും, എനിക്ക് 100 രൂപ കടം തരാണ്ടായിരുന്നു, എന്റെ അടുത്ത് പൈസ കടം വാങ്ങിയിട്ട് അവൻ തിരിച്ചു തന്നിട്ടില്ലായിരുന്നു തന്നെ, അതിനനുസരിച്ചിട്ടാ ഒരു 5 കൊല്ലത്തെ നിസ്കാരം കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഗതികൾ അങ്ങനെ എടുത്തു കൊടുക്കും. ബാധ്യതകൾ കളിയാക്കിയവരെ, ആക്ഷേപിച്ചവരെ, മറ്റുള്ളവരെ കുറിച്ച് ഇകഴ്ത്തിയവരെ, അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരെ, ദ്രോഹിക്കപ്പെട്ടവര്, അങ്ങനെ നമ്മളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച മുഴുവൻ ആളുകളും പരലോകത്ത് കടന്നു വരും. ഒരു മൊട്ടു സൂചി കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവര് വരെ കടന്നു വരും പരലോകത്ത്. കാരണം എന്തെങ്കിലും ആരുടെങ്കിലും അടുത്തുനിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നിൽക്കണല്ലോ. വാപ്പ ഉമ്മ മക്കൾ ഒന്നുമില്ല അവിടെ എല്ലാവർക്കും നഫ്സി സ്വന്തം. അവിടെ വെച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കും. അങ്ങനെ കുറെ ആളുകൾക്ക് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ അമലുകളൊക്കെ കഴിഞ്ഞു, പിന്നെ പരാതിക്കാര് ബാക്കിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പരാതിയായിട്ട് വന്ന ആളുകൾ ന്യായമായ പരാതിയാണ്, അവരുടെ തെറ്റുകൾ എടുത്തിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ എല്ലാ പരാതിക്കാരും പിരിഞ്ഞു പോയിട്ട്, എന്നാ ഇനി നമുക്ക് അമലുകൾ നോക്കി കണക്കാക്കാൻ അറിയും. മീസാനിലേക്ക് എടുത്തു വെക്കുമ്പോ എന്താ ഉണ്ടാവുക? തിന്മയുടെ തട്ടിലേക്കാണ് വെക്കാനുള്ളത് മുഴുവൻ. വലിയ അമലുകളുമായി പരലോകത്ത് കടന്നു വന്നിട്ട് തിന്മയുടെ പാപഭാരമേറിക്കൊണ്ട് അങ്ങനെ അവസാനം അവൻ തിന്മയുടെ ത്രാസ്
കനം തൂങ്ങുകയും നരകക്കാരുടെ കൂട്ടത്തിൽ അവൻ എണ്ണുകയും നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഫ്ലിസ് ഉമ്മത്തിന, നമ്മുടെ ഉമ്മത്തിലെ മുഫ്ലിസാണ്, പാപ്പരായവരാണ്. നിസ്കരിച്ചിട്ടുണ്ടാകും, ഖിയാമുൽ ലൈലൊക്കെ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാകും, പള്ളിക്കൊക്കെ സ്വതക്ക നൽകിയിട്ടുണ്ടാകും, പക്ഷെ നാവുകൊണ്ട് പലരും ഉപദ്രവിച്ചിട്ടുണ്ടാകും, കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാകും, ഹക്കുകൾ തീർക്കാത്തവരായിരിക്കും. ചെറിയൊരു രൂപയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് തീർക്കുക. ഇങ്ങനെ ചില ആളുകൾ കടം വാങ്ങും, എന്നിട്ടോ ആ തരാന്ന് പറയും, പക്ഷെ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കില്ല. ഇല്ലാത്തതുകൊണ്ടായിരിക്കൂല, പക്ഷെ കൊടുക്കാൻ കടം വാങ്ങുന്ന ആവേശം പല ആളുകൾക്കും തിരിച്ചു കൊടുക്കാണ്ടാകും. മറ്റുള്ളവരുടെ പണം കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് ജീവിക്കുക എന്ത് മോശത്തിലാണ്, വളരെ മോശം ഏർപ്പാടാണ്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായ ഒരാളാണെങ്കിൽ പോലും ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, കടം വന്ന് കടബാധ്യതയോട് കൂടെയാണ് മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. എത്ര വലിയ ഗൗരവപ്പെട്ട കാര്യമാണ് സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോന്നും ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. വല്ല ഉപദ്രവവും നടത്തിയിട്ടുണ്ടെങ്കിൽ, അയൽവാസികൾ അതിര് മാന്തിയിട്ടുണ്ടെങ്കിൽ, ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഇകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെടിക്കണം. ദുനിയാവുന്നാവുമ്പോൾ ഇതൊക്കെ നടക്കും, പരലോകത്തുനിന്ന് ഒന്നും നടക്കൂല. വാപ്പ മകന് പുറത്തു കൊടുക്കൂല, പരലോകത്തുനിന്ന് മക്കള് വാപ്പാക്ക് പുറത്തു കൊടുക്കൂല, അമ്മായിമ്മ മരുമക്ക് പുറത്തു കൊടുക്കൂല, മരുമോൾ അമ്മായിമ്മക്ക് പുറത്തു കൊടുക്കൂല. പലരും ഉള്ളിൽ വെച്ച് വളരെയധികം പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. കുടുംബത്തിനകത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഉമ്മാനെ കൊണ്ട് ഇടങ്ങേറിയിട്ടുണ്ട്, ഭർത്താവിന് ഉമ്മയായതുകൊണ്ട് മാത്രം ഞാൻ സഹിക്കാന്ന് പറഞ്ഞ എത്ര സഹോദരിമാരുണ്ട്. എനിക്ക് ആവതില്ലാത്ത സമയമായിപ്പോയി, മകന്റെ ഭാര്യ ആയിപ്പോയി, എനിക്കൊന്നും പറയാൻ കഴിയില്ല, അവന്റെ ചെലവിൽ കഴിയുന്നോണ്ട് എനിക്കൊന്നും മിണ്ട കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിലതൊക്കെ ചെയ്തിരുന്നു പറഞ്ഞിരുന്നു എന്ന് പറയുന്ന എത്ര ഉമ്മമാരുണ്ട്. മകനായി പോയില്ലേ, എന്താ ചെയ്യാ എന്ന് പറഞ്ഞ വാപ്പാരുണ്ട്. വാപ്പയായി പോയില്ലേ, എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ മക്കളുണ്ട്. അതുകൊണ്ട് ആരായിക്കോട്ടെ ബാധ്യതകളൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു എന്നത് ഉമ്മാനോട് പറയണം. വാപ്പ ചില സമയത്തൊക്കെ വാപ്പയാണ് എന്നുള്ള സ്വാതന്ത്ര്യം എടുത്തോണ്ട് ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാപ്പ എനിക്കത് പുറത്തിറങ്ങണം വാപ്പ എന്ന് വാപ്പനോട് പറയാൻ സാധിക്കണം. മക്കളെ വിളിച്ചിട്ട്, മക്കളെ, എന്റെ പൊന്നാര മക്കളെ, നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ ചിലപ്പോ ഓവറായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ അല്ലെ എന്ന് മക്കളോട് പറയണം. കാരണം എന്താ, ഇന്ന് ആ വാപ്പ മയ്യത്തായാലും ആ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ആ മോനാണ്. ആ മോന് മയ്യത്തായ ആ വാപ്പയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. നമ്മൾ ആലോചിക്കാം, നമ്മള് ഈ ബാധ്യതകളൊന്നും തീർക്കാതെ നമ്മളിങ്ങനെ ഖിയാമുല്ലിലേക്ക് നിസ്കരിച്ച് സദഖൊക്കെ നൽകിയിട്ട് നമ്മളതെല്ലാം തികഞ്ഞു നമ്മൾ മട്ടിലിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എവിടേക്ക് നമുക്ക് പോകാനുള്ളത്? മരിച്ചു പോകണമെന്നുള്ള ചിന്ത നമുക്ക് വേണ്ടേ? ദുനിയാവ് മാത്രം പോരാ, ബാധ്യതകൾ തീർക്കണം, പരസ്പരം കണ്ടറിയേണ്ടവരെ കണ്ടറിയണം, അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണം. ചിലതൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടി, ന്യായം നമ്മൾ തന്നാലും ചിലതൊക്കെ വിട്ടുകൊടുക്കുക. എന്തിനാ? പരലോകം ആഗ്രഹിച്ച് വിട്ടുകൊടുക്കുക. എന്തേ? നാളത്തെ ആഖിറത്തിൽ വെച്ച് നമുക്കൊന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല. റബ്ബ് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബാധ്യതയും അവശേഷിപ്പിക്കാത്തവരായിക്കൊണ്ട് പൂർണ്ണ മുസ്ലിമായി മുവഹിദായി മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ യാ ഇബാദല്ലാഹ്. സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. നമ്മൾ ഓരോരുത്തരും റമദാനിന്റെ അവസാന ദിനങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. റമദാൻ കൊണ്ട് കിട്ടേണ്ട എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഇരുന്ന് ആലോചിച്ച് ആ കുറഞ്ഞ നിമിഷങ്ങളെ നമ്മളുടെ വിരലിൽ ഉണ്ടാവുന്ന മണിക്കൂറുകളാണ് ഇനി ബാക്കി ഉണ്ടാവുക. കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം, ഏതാനും 1-2 ദിവസങ്ങൾ മാത്രം. ആ മണിക്കൂറുകളെ നമുക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാ അമലുകളും ചെയ്തിട്ട് കാര്യമില്ല, ഇത് സ്വീകരിക്കണേന്ന് കുറച്ചുകൂടി ഇടക്ക് പറയേണ്ടതുണ്ട്. അള്ളാന്റെ നിർദ്ദേശപ്രകാരം കഅബ പുതുക്കി പണിതിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ
ഞങ്ങളെടുത്ത് നിന്ന് സ്വീകരിക്കണേ. ഇന്നക അൻത സമീഉൽ അലീം, നീ അസ്സമീആണ്, അൽ അലീമാണ്. ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം അറിയുന്നവനാണ്, ഞങ്ങളുടെ ഇഖ്ലാസ് അറിയുന്നവനാണ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സമീആണ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ളത്. എടുത്ത നോമ്പുകളും നൽകിയ സദഖകളും നമ്മൾ ചെലവഴിച്ച ഓരോ ഇബാദത്തുകളും നമ്മളുടെ സമയങ്ങളും എല്ലാം റബ്ബേ സ്വീകരിക്കണേ എന്നുള്ള ദുആ നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് ആ രൂപത്തിൽ തന്നെ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്ത് അത് ഓരോരുത്തർക്കും ഉള്ളതാണ്, വ്യക്തികളുടെ സക്കാത്ത്. അന്ന് റമദാന്റെ അവസാന നിമിഷത്തിൽ മാസം കാണുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കുഞ്ഞു ജനിച്ച ആ കുഞ്ഞിന് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത് എന്ന കണക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കൃത്യം നമ്മുടെ പള്ളിയിൽ അതിന്റെ ശേഖരണമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അതല്ല, ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കൊടുത്ത് തീർക്കണം, അവകാശികളുടെ കയ്യിലേക്ക് എത്തണം. അതെല്ലാവർക്കും നാട്ടില് മറ്റുള്ള എന്തെങ്കിലും വിതരണം ചെയ്യുമ്പോൾ വിതരണം ചെയ്യേണ്ട സംഗതിയല്ല. അത് ഫുഖറാക്കൾക്കുള്ളതാണ്, അല്ലെങ്കിൽ മിസ്കീനുകൾക്കുള്ളതാണ്. ഫക്കീർ മിസ്കീൻ ഈ ഗണത്തിൽ രണ്ടിൽ വരുന്നവർക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളത്. അങ്ങനെയാണ് പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും തന്നെ ഫിത്ർ സക്കാത്ത് എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓരോരുത്തരുടേതും കൊടുക്കണം. എപ്പോ കൊടുക്കണം? പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുത്താൽ അത് ഫിത്ർ സക്കാത്തിനായി പരിഗണിക്കും. അതല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ സാധാരണ മറ്റു സദഖകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സദഖയായിക്കൊണ്ടാണ് അത് മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുക പെരുന്നാൾ നിസ്കാരത്തിനാണ്. ഇൻഷാ അല്ലാഹ് 7:45 പെരുന്നാൾ നിസ്കാരം ഉണ്ടാവുക. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിക്കൊണ്ട് പെരുന്നാളിന്റെ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന്, ചെറിയ രൂപത്തിലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് മുസല്ലയിലേക്ക് വരേണ്ടത്. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, പുതുവസ്ത്രം തന്നെ ആവണമെന്നല്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മുസല്ലയിലേക്ക് കുടുംബസമേതം വരണം. ഇനി പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഹൈലുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവരെയും കൊണ്ടുവരണം. എന്നിട്ട് പുറത്തായിരിക്കും സാധാരണ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കാറുള്ളത്. എല്ലാവർക്കും അതിന്റെ ആ ഒരു ഒത്തൊരുമയിൽ ഒത്തുചേരാനുള്ള അവസരം നമ്മൾ നൽകണം. എല്ലാവരും വന്ന് അന്ന് പ്രത്യേകം സ്വതക്ക് ചെയ്ത് പ്രത്യേകം പുണ്യകരമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അതിന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വതക്കുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി തയ്യാറായിട്ട് തന്നെ ആ സമയത്ത് വരേണ്ടതുണ്ട്. അതുപോലെ മടങ്ങി പോകുമ്പോൾ മറ്റൊരു വഴിയിലേക്ക് കൂടെ പോവുക എന്നുള്ളതും, കുടുംബ ബന്ധങ്ങളൊക്കെ പരസ്പരം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതും ഒക്കെ, അങ്ങനെ ഒരുപാട് പെരുന്നാളിന്റെ സുന്നത്തുകൾ, രാവിലെ കുളിക്കുക എന്നുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അതൊക്കെ കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കുവാനും അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അവസാനം മുസ്ലിമായി, മുവഹിദായി, മുത്തഖിയായി മരണപ്പെടാനുമുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധത്തിലുമുള്ള അപാകതകളും തെറ്റുകളും കുറ്റങ്ങളും അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തീർമാറാവട്ടെ. പരസ്പരം ബാധ്യതകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുത്ത് ഏറ്റവും നല്ല സഹോദരന്മാരായി കൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ നല്ല വ്യക്തിത്വങ്ങളായി കഴിയാനുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹരിയുടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മോശത്തരങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളിൽ നിന്നെല്ലാം റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. റബ്ബ് അവരുടെ എല്ലാം വർസഖിയായ ജീവിതം ഏറ്റവും നല്ല സ്വർഗീയ ആസ്വാദനത്തോടു കൂടെയുള്ളതാക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള രോഗം കൊണ്ടും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും, ക്യാൻസറും അതുപോലെ തന്നെ പലതരത്തില് വളരെയധികം പ്രയാസപ്പെടുന്ന, കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, വേറെ പല കുടുംബ പ്രശ്നങ്ങളിൽ പുകയുന്ന, നീറുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. റബ്ബ് എല്ലാവർക്കും ഏറ്റവും ഹൈറായ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അവരുടെ അവസ്ഥകൾ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمة الله.